ഞാനൊരു നെയ്വടയാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ബേക്കിംഗ് സോഡ ഇടുക. സോഡ അല്ല, ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ഇടുക. പിന്നെ തൈര്, തൈര് അളവൊന്നുമില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ എടുക്കണ പൊടിക്കനുസരിച്ച്. ഇതൊരു അര ഗ്ലാസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പിടുക. ഒരു ടീസ്പൂണ് ഉപ്പിടുക. പിന്നെ ഡാൽഡ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് 4 ഗ്ലാസ് മൈദ ആണെങ്കിൽ 1.5 ഗ്ലാസ് ഡാൽഡ. ഇതെല്ലാം കൂടി കൂട്ടി ചേർത്ത് കൈ കൊണ്ട് നല്ലോണം അങ്ങനെ കുഴച്ചിട്ട് നല്ലോണം കുഴക്കുക. പുട്ട് ഇനി ഇത് നല്ലോണം കുഴച്ചതിൻ്റെ ശേഷം കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ഇപ്പം എങ്ങനെ അതിക്ക് മാവ് റെഡി ആവുള്ളൂ. ഒരു ഗ്ലാസ് 250. ഈ കുഴച്ച തൈരിനും ഡാൽഡക്കും അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ്സാണ് ഇട്ടത്, 250. ഇതാ 250 കൂടി ഇടുന്നു. നല്ലോണം പുട്ട് തന്നെ ഉദർത്തുന്ന മാതിരി ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം ചേർക്കാഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ കലങ്ങിപ്പോകും. ഒരു 250 വേണ്ട, ഒരു 100 ഗ്രാമും കൂടി ഇടുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ 500 600. അത് പൊടി ഡാൽഡ തൈരിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ കുഴക്കുന്നു. കുറച്ച് വെള്ളം ചേർത്ത്, ഒരു കയ്യിലത്തെ വെള്ളം ചേർത്ത്. വെള്ളം നമ്മൾ കുഴച്ചിട്ട് അതിന് പാകത്തിന് നമുക്കത് കുഴക്കുമ്പോൾ അറിയും എത്ര ചേർക്കണമെന്ന്. ഞാൻ മാവ് കുഴക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കറിയാം. അത് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് ബാദുഷ എന്നാണ് പറയൽ. അവിടെ ഞങ്ങൾ കുറച്ച് കാലം അവിടെ വരെ ഉപ്പാക്ക് ജോലി ഉണ്ടായിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പം ഞാൻ അത് നല്ലോണം കുഴക്കുന്നുണ്ട്. ഈ മാവ് ഇപ്പോൾ ശരി നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട. മാവിൻ്റെ പരുവൊന്ന് കാണിച്ചു കൊടുത്താൽ എങ്ങനെയാണ് അറിയാം? അത് മാവ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാം. അതാ ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ ഉരുട്ടുമ്പോൾ അങ്ങനെ പരത്തി നോക്കിയാൽ അത് പരക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പരുവം. സോഫ്റ്റൊന്നും അറിയണ്ട. സോഫ്റ്റൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതൊന്നും വേണ്ട, വെക്കൊന്നും വേണ്ട. ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും.
ഇത് ഉടനെ തന്നെ അത് ഉണ്ടാക്കാം. നമ്മൾ ഇനി ഞങ്ങളിതാ ഉണ്ടാക്കി തുടങ്ങുന്നു. ഇതാ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ആ അതാ ഇതത് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾ കാണണം. ഇനി കണ്ടോളി, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് വെച്ചത് കണ്ടോളി. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക. ഇങ്ങനെ അമർത്തുക. അപ്പോൾ അത് ഇങ്ങനെ വരും. ശരിയായിട്ടില്ല. ഉമ്മ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡ് ഉണ്ടല്ലോ ഇവിടെ ഇത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നമുക്ക് ഇവിടെ കട്ടി കുറയും. ആ കട്ടി കുറഞ്ഞോടത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ചാൽ പൊള്ളാതിരിക്കാനാണ്. പപ്പടം പൊള്ളണ മാതിരി പൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയായിട്ടില്ലേ? ഇല്ല, പപ്പടം പൊള്ളണ മാതിരി പൊള്ളാൻ പറ്റൂല. അപ്പം എന്താവും വെച്ചാൽ അത് നമ്മൾ പഞ്ചസാര പാനിയിലിടുമ്പോൾ അത് പൊട്ടിപ്പോവും. എവിടെ ഇതാ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക. അപ്പം റൗണ്ടിൽ വരും. അതാ നന്നായിട്ടുണ്ട് ഉണ്ടാക്കിയത്. ഇതെല്ലാം കംപ്ലീറ്റ് ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം അല്ലേ. ഈ നെയ്വട കംപ്ലീറ്റ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി പൊരിച്ചെടുക്കണം. പിന്നെ പഞ്ചസാര നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ടല്ലേ ഒരുക്കുക. അപ്പം ഞാനത് പൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് അതിലേക്കുള്ള സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് അതിലേക്കുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ചട്ടി വെച്ച് എണ്ണ പാർന്നക്കണം. ഇനി അത് ചൂടായിക്കണമെന്ന് നോക്കണം. ചൂടായിട്ടില്ല. ഇപ്പം ചൂടാവും. 2 മിനിറ്റ് കൊണ്ട് ചൂടാവും. എന്നാൽ ശരി, ഇത് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് അതിലിടുന്ന മേലെ ഇടരുത്. ഒറ്റട്ട് ഇടണം. പെട്ടെന്ന് ഇളക്കാൻ പാടില്ല. പിന്നെ പരുവം വരുമ്പോൾ വെളിച്ചെണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് പാർന്നേക്കേണ്ടത്. ഓയിലും വേണമെങ്കിൽ പൊരിക്കാം, ഡാൽഡിയിലും പൊരിക്കാം. കളർ ഇത് പൊരിച്ച് കോരിയതിൻ്റെ ശേഷം പഞ്ചസാരയിലിട്ട് സീറോയിലിട്ടിട്ട് പിന്നെ കളർ പൂവ് വിതറി കൊടുക്കുക, തേങ്ങേൻ്റെ പൂവ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പൊള്ളിയത് മറിച്ചണം. മറിച്ച് ഇത് ഒറ്റപ്പൊള്ളനൊന്നും ആവില്ല കേട്ടോ. ഇനി പുള്ളി കാരണം നിങ്ങൾ നല്ലോണം പൊള്ളച്ച് വരച്ച വിചാരിച്ച് നിൽക്കരുത്. ഒരു സുമാറ് ഇങ്ങനെ പൊന്തുള്ളൂ, പൊള്ളാൻ പാടില്ല ശരിക്ക്. മാവ് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്താണ് നമ്മൾ മറിച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ മറിച്ചല്ലേ കഴിക്കണം. ഒക്കെ പൊന്തിയല്ലേ ഒന്ന് ഇതിൽ ഏറിയില്ലേ അത് പൊള്ളുമ്പോൾ ശരിയാവും. പിന്നെ ഇത് വീഡിയോ എടുക്കുക ആയതുകൊണ്ടല്ലേ ഇപ്പം നമ്മളിങ്ങനെ കുത്തി ഉണ്ടാക്കി. മറ്റേത് നമ്മൾ ഉടനെ പൊരിച്ചെടുക്കുമല്ലോ. അത് പറഞ്ഞാൽ വീഡിയോ എടുക്കണ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിരച്ച്. മറ്റത് നമ്മൾ ഉണ്ടാക്കിയത് എണ്ണ വെച്ച് പൊരിച്ചെടുക്കാം. ഈ ഒരു ഇത് കുത്തിയപാട് അപ്പം ഇത് നീർന്ന് പോകും. അതിനെ നടുവിൽ ഇങ്ങനെ ഒരു അമർത്തി ഒരു കുയ്യുണ്ട്. അത് ഉടനെ നമ്മൾ എടുത്താൽ ആ കുയ്യ് പോവില്ല, അല്ലെങ്കിൽ ആ കുയ്യ് പോകും. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിരത്തി ഉണ്ടാക്കി വെച്ചതാണ്.
പൊരിച്ചെടുത്തിട്ട് വരാം നാളെ എന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് ഇനി പൊരിച്ചെടുത്തിട്ട് വരാം. ഇല്ല ഒന്നും കൂടി ഇറക്കോട്ടെ പഞ്ചാര ഉള്ളു വാഞ്ഞാൽ ആ പൊരി ഉണ്ടാവില്ലേ അതിങ്ങനെ ഇല്ലാതാവും. വെന്താൽ ആ പൊരി ഇല്ലാതാവും ഉള്ളു വെന്താൽ. ഇത് ശരിക്കും ഇങ്ങനെ ആണമോ അങ്ങനെ ആണ് ഒന്ന് അല്ല അങ്ങനെ അങ്ങോട്ട് ഉരുണ്ടായിണ്ട് വരുന്നു. അല്ല എടുക്കല്ല. കുറഞ്ഞ തീയിൽ അത് ഞാൻ കുറച്ച് വെച്ചതാണ്. ഇതെടുക്കാനായില്ലേ ഈ നടുത്തെടുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് പിന്നെ നല്ല കനം കുറഞ്ഞിട്ടുണ്ടാവും. കനം കുറഞ്ഞേക്കോ നമുക്കറിയാം ഈ പൊരിച്ചിലിങ്ങനെ കാണിക്കാനേ. ഇങ്ങനെ ഇത് ഇങ്ങനെ നെക്കി പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ പറഞ്ഞാൽ. ഇതിങ്ങനെ നെക്കി പൊട്ടിക്കരുത്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചൂടാറുമ്പോൾ അത് ഉറപ്പ് കൂടും. ഇത് കംപ്ലീറ്റ് ആയില്ലേ? ഇത് പൊരിച്ച ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലത്തെ വെള്ളം ഒഴിവാക്കിയിട്ട് എണ്ണ ഒഴിവാക്കിയിട്ട് ചട്ടി കത്തിച്ച് വെള്ളം 3/4 ഗ്ലാസ് വെള്ളം. ഒന്നര ഗ്ലാസ് പഞ്ചസാര. അത് മധുരം കൂടുതൽ വേണവർക്ക് കൂടുതലിടാം. അതിൽക്ക് ഇതാ ഞാൻ ഇടണ. ഒരു കുഴപ്പമില്ല. എണ്ണൻ്റെ അത് ഉണ്ടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എണ്ണ ചൂടാകേണ്ട ഇടയ്ക്കാൻ നമ്മൾ പഞ്ചസാര ഇട്ടാൽ വേഗം ഉരുകി കിട്ടും. ഉരുകി കിട്ടുമ്പോൾ നമ്മളെ പണി വേഗത്തിൽ തീരും. വെള്ളം ചൂടാകണതിൻ്റെ ഇടയ്ക്ക് ഇടണം. ഇതാ ഈ പഞ്ചാര സീറ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ടേബിളിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ നെയ്വട ഇതിലിടുന്നത് നിങ്ങൾക്ക് കാണാം. പതപതയാണ് ഈ അളവ്. ഇതാ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് ഡാൾഡ് വെച്ചിട്ടൊന്ന് തേക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ അത് ഇതാകാതിരിക്കാൻ, അത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പഞ്ചാര സീറിയിലിടുമ്പോൾ നമ്മൾ പാത്രത്തേക്ക് ഇടുമ്പോൾ ഒട്ടിപ്പിടിച്ചാൽ അത് പൊളിഞ്ഞു പോരും. അത് പൊളിഞ്ഞു പോരാതിരിക്കാനാണ് ഇത് തേക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ച നെയ്വട സീറയിലിട്ടിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഓരോന്ന് എടുക്കുക. തോന്നിട്ടിട്ട് ഓരോന്ന് കോരിയിടാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി ഇത് ചൂടോടെ ഇടും വേണം. ഇതെല്ലാം അങ്ങനെ ചെയ്യുക. അടുപ്പത്ത് വെച്ച് കുറഞ്ഞ തീയിൽ ഇങ്ങനെ ആക്കിക്കാണ്ടും ഇങ്ങനെ കോരിയിടാം. അടിയാവുമ്പോൾ കട്ടിയാവുമ്പോൾ അത് തുള്ളി വെള്ളം ആ കട്ടിയുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോരിയിടാം. കട്ടിയായി വരണം. കുറച്ച് ഏറിപ്പോയി. അങ്ങനെ തുള്ളി വെള്ളം വറ്റിച്ചിട്ടേ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. കട്ടിയായാൽ നമുക്കൊരു തുള്ളി വെള്ളം വെച്ച് അടുപ്പിൽ വെച്ച് കത്തിക്കാം. അപ്പോൾ അത് ശരിയാവും. എന്നിട്ട് എടുത്തെടുത്താൽ മതി.
അപ്പോൾ നമ്മളെ നെയ്വട അതായത് ബാദസ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ എന്തായാലും കമൻറ്റിലൂടെ മറുപടി അയക്കണം. ഞാൻ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും ചെയ്യണ്ടേ. അപ്പോൾ നമ്മളെ നെയ്വട ഉണ്ടോ ഇതിന്മേൽ വെള്ള ഇത് വരുന്നുണ്ട്. അപ്പം ഇനി ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആവണുള്ളൂ ഉണ്ടാക്കി വെച്ചിട്ട്. ഇതേപോലെ നല്ല വൈറ്റ് കളറായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് പൊടിയാകുമ്പോൾ അടുത്ത് 600 ഗ്രാം 600 എടുത്തിട്ടില്ലല്ലോ 600 ഗ്രാം പൊടി കൊണ്ട് നമുക്ക് 36 ഇതുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റിലൂടെ മറുപടി അയക്കുക. താങ്ക്സ്. ഇത് മൂടാൻ എന്താ ചെയ്യുന്നു? മൂടട്ടെ. അതൊന്ന് കത്തിച്ച മറ്റേ വീഡിയോ അത് ശരിയാണ്. ശരിയായി ഫ്രിഡ്ജ് ഇരിക്കുമ്പോൾ അതറിയില്ല. നിറഞ്ഞ് അത് പൊന്തില്ലേ? മൂടണം. അതിൻ്റെ വക്ക് ഇതായിട്ടല്ലേ മൂടുക? വക്കായിട്ടല്ല, വേഗം മൂടണം. പിന്നെ ആവി വരുമ്പോൾ മറ്റീൻ്റെ രണ്ടിനും തീ നല്ലോണം കുറച്ചല്ല. ഞാൻ വർക്ക് അയക്കണം വറക്കാനയക്കണം. അതിന് വേവാണൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ തീ ഉണ്ടാക്കിയ ഉമ്മ ഉണ്ടാക്കിയ രാവിലത്തപ്പാണ് ഇട്ടത്. അത് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കിയതാണ്. വല്യമ്മക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലേക്ക് കൊട്ടി വെക്കട്ടെ. ക്ലിയർ ഇല്ല എന്നിട്ട് നല്ല മുഖം കാണുന്നില്ല. അപ്പോൾ ഇരുന്നോക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.